എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഗാരയുടെ കുട്ടിക്കാലം കാണിക്കും. അവന് ചെറുപ്പം മുതലേ അവന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന് വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ അമ്മയെ നഷ്ടമായി. അവൻ എപ്പോഴും സ്വപ്നത്തിൽ അമ്മയെ കണ്ട് നിലവിളിച്ച് കരയും. അതിനുശേഷം അമ്മയുടെ ഫോട്ടോ ഒക്കെ നോക്കി ഒരുപാട് വിഷമിക്കും. കട്ട് ചെയ്താ അവനിപ്പോ വീടിന് പുറത്തേക്ക് വന്ന് മണ്ണും ചരളും ഇലകളൊക്കെ വെച്ച് മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുകയാണ്. അവന്റെ കൂടെ ആരുമില്ല. അപ്പൊ കുറച്ചു ദൂരത്തായിട്ട് കൺകൂറയും ടെമരിയും അവരും മണ്ണൊക്കെ വെച്ച് വീടൊക്കെ ഉണ്ടാക്കി നല്ല രസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ട് ഗാറ അവൻ ഒരുപാട് സന്തോഷത്തോടു കൂടെ അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവര് 3 പേരും ഇപ്പൊ ഒരുമിച്ച് മണ്ണ് വെച്ച് കളിക്കാനായിട്ട് തുടങ്ങും. ഗാറയ്ക്കാണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ ആ ഒരു മോൺസ്റ്ററിന്റെ പവർ ഉണ്ട്. അവന് കറക്റ്റ് ആയിട്ട് സാൻഡൊക്കെ കൺട്രോൾ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ടമരയും കങ്കൂറയും കഷ്ടപ്പെട്ട് വീടുണ്ടാക്കുമ്പോ ഗാറ അവനവന്റെ പവർ വെച്ച് വളരെ സിമ്പിളായി ഒരു അടിപൊളി മാൻഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് അവര് ഷോക്കായി അവനോട് വീണ്ടും വീണ്ടും മണ്ണ് വെച്ച് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാനായി ആവശ്യപ്പെടും. ഗാറ വിട്ടുകൊടുക്കില്ല. അവൻ വീണ്ടും വീണ്ടും മണ്ണ് വെച്ച് ഒന്നൊന്നായി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ രണ്ടുപേരെ സന്തോഷിപ്പിക്കും. അവന്റെ എബിലിറ്റി കണ്ട് ടെമരിയും കങ്കൂറയും അവർ രണ്ടുപേരും ഷോക്കായി അവനെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും ഗാരയുടെ പപ്പ ആളവിടേക്ക് വരിക. ആള് വന്നുടനെ ഒരുപാട് ദേഷ്യത്തില് ടെമരിയെയും കങ്കൂറയെയും ആളുടെ അടുത്തേക്ക് വിളിക്കും. അത് കേൾക്കേണ്ട താമസം കങ്കൂറ അവൻ ഓടി പപ്പയുടെ അടുത്തേക്ക് വരും. ടെമരി ആണെങ്കില് ഗാറയെ ഒന്ന് നോക്കി പതിയെ പപ്പയുടെ അടുത്തേക്ക് അങ്ങനെ നടന്നു വരികയാണ്. പപ്പ അവരുടെ രണ്ടുപേരുടെയും കൈക്ക് പിടിച്ച് വലിച്ച് നിർബന്ധിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. പാവം കുഞ്ഞു ഗാറ. അവനെ കൊണ്ടാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. എങ്കിലും എന്തുകൊണ്ടായിരിക്കും എന്റെ പപ്പ എന്നെ മാത്രം വിളിക്കാതെ അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോയത്? ആക്ച്വലി ഗാരയുടെ പപ്പയ്ക്ക് ചെറുപ്പം മുതലേ അവനെ തീരെ ഇഷ്ടമല്ല. ഗാര ആണെങ്കിൽ ഒത്തിരി ദേഷ്യത്തിലും സങ്കടത്തിലും ഇപ്പൊ സാൻഡ് വെച്ച് എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരുപാട് ആൾക്കാര് ഇപ്പൊ ഗാറയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവര് പരസ്പരം പറയും അവൻ ഭയങ്കര ബാഡാണ്, എല്ലാവരെയും അവൻ ഉപദ്രവിക്കും, ഈ ക്ലാൻ തന്നെ അവൻ ഇല്ലാതാക്കുന്നു പറഞ്ഞ് ഒരു കല്ല് ഇപ്പൊ ഗാരയ്ക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ ഗാറ അവൻ ഞൊടിയിടയില് അവന്റെ സാൻഡ് വെച്ച് ആ കല്ല് ബ്ലോക്ക് ചെയ്യും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടുപുറകിലായി ഒരു കത്തി അവൻ ലക്ഷ്യാക്കി പാഞ്ഞു വരിക. ആ ഒരു കത്തി അവന്റെ ക്ലോസ് എത്തുമ്പോഴേക്കും വീണ്ടും അവന്റെ സാൻഡ് അതങ്ങനെ ക്യാച്ച് ചെയ്യും. ആരൊക്കെയാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. എന്തിനായിരിക്കും എല്ലാവരും എന്നെ വെറുക്കുന്നേ? ആരൊക്കെയോ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അപ്പ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അവന്റെ പപ്പയെ കാണിക്കും. ആക്ച്വലി ആ ഒരു കത്തി വലിച്ചെറിഞ്ഞ് അവനെ കൊല്ലാൻ ശ്രമിച്ചത് അത് മറ്റാരുമല്ല, സാക്ഷാൽ അവന്റെ പപ്പ തന്നെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗാറ നൈറ്റ് ആവുമ്പോ അവന്റെ അങ്കിളിന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അവന്റെ അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന്റെ അങ്കിള് മാത്രമാണ് അവനെ അല്പമെങ്കിലും സ്നേഹത്തോടു കൂടെ നിർത്തുന്നത്. അങ്കിളാണെങ്കിൽ അവന് ഇഷ്ടമായ ഫുഡും ജ്യൂസും പലഹാരവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കും. അവനാണെങ്കിൽ ആർത്തിയോട് കൂടെ അത് മുഴുവൻ കഴിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ഗാറ അവൻ മണ്ണ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ അങ്കിള് ഗാറയെ നോക്കി ഗാറയുടെ അടുത്തേക്ക് വരും. അങ്കിളിനെ കണ്ട് ഒത്തിരി സന്തോഷത്തില് ഗാറ ഇപ്പോ ആകാശത്തേക്ക് വിരൽ ചൂണ്ടും. ഈ ആകാശത്തിന് എന്തുകൊണ്ടാ ബ്ലൂ കളറ്? അതിന് അങ്കിള് പറയും ആകാശം ഇപ്പോ ഒത്തിരി ഹാപ്പിയാണ്, അതുകൊണ്ടാണ് അതിപ്പോ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. അത് കണ്ട് ഗാറയും ആകാശം നോക്കി ചിരിക്കും. നൈറ്റ് വീണ്ടും എപ്പോഴത്തേതും പോലെ ഗാറ അവന്റെ അങ്കിളിന്റെ അടുത്ത് തന്നെയാണ്. ഗാറ അങ്കിളിനോട് പറയും ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അതിനവന്റെ അങ്കിള് അവന്റെ തലയിൽ തലോടും. നീ കണ്ണു മുറുക്കി അടച്ച് എന്റെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഉറക്കം വരും. ഉടനെ ഗാറ അവൻ വീണ്ടും ചോദിക്കും എനിക്ക് എന്തുകൊണ്ടാ അമ്മയില്ലാത്ത? എന്നെ ഇത്രയും ചെറുപ്പത്തില് അമ്മ എന്തിനാ ഉപേക്ഷിച്ച് പോയേ? അതിന് അങ്കിള് പറയും നിനക്ക് അമ്മയില്ലെങ്കിലും നിന്നെ സ്നേഹിക്കാൻ നിന്റെ കൂടെ ഞാനില്ലേ. അത് കേട്ട് ഒരുപാട് സമാധാനത്തില് ഗാറ കിടന്നുറങ്ങും. പിറ്റേന്ന് വീണ്ടും അവൻ എപ്പോഴത്തേതും പോലെ മണ്ണൊക്കെ വെച്ച് കളിക്കുകയാണ്. അപ്പോഴായിരിക്കും കങ്കൂറ അവൻ ഒരുപാട് സന്തോഷത്തില് ഗാരയോടൊപ്പം കളിക്കാൻ അവിടേക്ക് ഓടി വരിക. കറക്റ്റ് ടൈം ഇപ്പൊ ഗാരയുടെ പപ്പ അവിടേക്ക് വന്ന് കങ്കൂറയെ തടയും. ആ കാഴ്ച കണ്ട് ഗാറയ്ക്ക് അവന്റെ വിഷമം കൂടി വരും. അപ്പ അവന്റെ അങ്കിള് അവൻ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് അവനെ ചേർത്ത് പിടിക്കും. കട്ട് ചെയ്താ അടുത്തതായിട്ട് നമ്മുടെ ഷിക്കമരുവിന്റെ കുട്ടിക്കാലായിരിക്കും കാണിക്കുക. ഷിക്കമരു ആണെങ്കിൽ ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ എഴുതിയും വരച്ചും അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. ടീച്ചർ ടൈജിപ്സുവിനെ കുറിച്ച് എന്തൊക്കെയോ തള്ളി മറിക്കുമ്പോ നമ്മുടെ ഷിക്കമരു അവൻ വെറുതെ ഒരു രസത്തിന്
അവന്റെ പെൻസില് അത് കറക്കേറിയും. പെൻസിൽ തെറിച്ചുപോയി ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരുന്ന ചോച്ചിയുടെ തലയിൽ വീഴും. ചോച്ചി ചാടി എഴുന്നേറ്റ് ഫുൾ കലിപ്പില് ആരാടാ എന്റെ തലയില് പെൻസിൽ കൊണ്ട് എറിഞ്ഞത്? അവൻ ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ടു മുൻപില് ഇറൂക്ക സെൻസായി. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ചോച്ചി ക്ലാസ്സിൽ കടന്ന് ഉറങ്ങാൻ പാടില്ലാന്ന്, എന്നിട്ട് നീ വീണ്ടും അതെന്നെ ചെയ്യാണോന്ന് ചോദിച്ച് ഇറൂക്ക സെൻസായി അവന് വഴക്കു പറയും. ചോച്ചി പതിയെ തല താഴ്ത്തി ഇപ്പൊ ചുറ്റും നൈസായിട്ട് നോക്കും. അപ്പൊ ഷിക്കമരു അവനെ നോക്കി നിൽക്കുകയാണ്. ചോച്ചിക്ക് പിടികിട്ടും ഷിക്കമരു ആണ് ആ പെൻസില് അവന്റെ തലയിലേക്ക് എറിഞ്ഞതെന്ന്. ചോച്ചിയാണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ ഒരു വലിയ പുസ്തകം എടുത്ത് ഷിക്കമരുവിന്റെ മുഖത്ത് വലിച്ചെറിയും. ബുക്ക് അവന്റെ മുഖത്ത് കൊണ്ട് ഇപ്പൊ മൂക്കിലൂടെ ബ്ലഡ് വരാൻ തുടങ്ങും. അവൻ വേദന കൊണ്ട് നിലവിളിക്കും. ആ നിലവിളി കേട്ട് ഇപ്പൊ കുട്ടപ്പൻ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. നിർത്തണടാ നിങ്ങള്, സ്റ്റോപ്പ് ദ ഫക്ക്, എനിക്കൊന്ന് കണ്ണടച്ചുറങ്ങണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ ചോദിച്ച് അവൻ മുൻപോട്ട് നോക്കുമ്പോഴായിരിക്കും ഇറൂക്ക സെൻസായെ കാണുക. സെൻസായി അവരെ 3 പേരെയും അങ്ങനെ ചെവി പിടിച്ച് ക്ലാസ്സിന് പുറത്തേക്ക് കൊണ്ടുവന്ന് നിർത്തും. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു ക്ലാസ്സിൽ വന്ന് ഉറങ്ങാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അതന്നെ ചെയ്യാണോ? ഇനി നിങ്ങൾ പുറത്തുനിന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് മാസ്റ്റർ ഫുൾ കലിപ്പില് അകത്തേക്ക് കയറിപ്പോവും. ചോദിച്ച ഉടനെ ഇപ്പൊ നറൂട്ടോയ്ക്കും ഷിക്കമരുവിനും അവർക്ക് 2 പേർക്കും സ്നാക്സ് ഒക്കെ കഴിക്കാൻ കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇറൂക്ക സെൻസായി പുറത്തേക്ക് വരും. പക്ഷെ അപ്പോഴും നമ്മുടെ 3 ആശാമാരും ആ ചുമരിൽ ചാരി നിന്ന് ഉറങ്ങാണ്. അടുത്ത സെക്കൻഡ് ഇറൂക്ക സെൻസായി അവരെ 3 പേരെയും ഞെട്ടിച്ച് അവിടുന്ന് ഓടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഷിക്കമരു അവനിപ്പോ ഒറ്റയ്ക്കൊരു മലമുകളിൽ വന്നിരുന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ചോച്ചി അവനവിടേക്ക് വരിക. ചോച്ചി ഷിക്കമരുവിനോട് ചോദിക്കും, ഷിക്കമരു നിന്റെ കയ്യില് കാശ് വല്ലതും ഉണ്ടോ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങണം. അതിന് ഷിക്കമരു പറയും, നിനക്ക് 24 മണിക്കൂറും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളോ? കുഴപ്പമില്ല, ക്യാഷ് ഞാൻ തരാന്ന് പറഞ്ഞ് ഷിക്കമരു അവന്റെ കയ്യിലുള്ള പൈസ ഇപ്പോ ചോച്ചിക്ക് കൊടുക്കും. അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ ഷിക്കമരു ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ ഒറ്റയ്ക്കൊരു ഭാഗത്തേക്ക് പോയി അങ്ങനെ മാറിയിരിക്കും. ഉടനെ ക്ലാസ്സിലുള്ള കുട്ടികള് അവർ ഹിനട്ടയെ നോക്കി കളിയാക്കും. ഇവളുടെ കണ്ണ് അത് ഭയങ്കര ഡിഫറെന്റ് ആണ്, ശരിക്കും ഇവളെ കാണാൻ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരവളെ കളിയാക്കും. അത് കേട്ട് നറൂട്ടോ അവൻ എല്ലാവരോടും ദേഷ്യപ്പെട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്ത് ക്ലാസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഷിക്കമരുവിനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ഈ നറൂട്ടോ എപ്പോഴും ഇങ്ങനെയാണ്, ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവൻ തലയിടും. അത് കേട്ട് ചോച്ചി പറയും, നറൂട്ടോ ആക്ച്വലി നല്ല ഒരാളാണ്, അവനെ കുറ്റം പറയാൻ നിനക്കൊരു യോഗ്യതയുമില്ല. ശരിക്കും പറഞ്ഞ നിങ്ങളുടെ 2 പേരുടെ സ്വഭാവം അത് ഈക്വലാണ്. ഷിക്കമരുവിനാണെങ്കിൽ ആ പറഞ്ഞത് തീരെ ഇഷ്ടാവില്ല. അങ്ങനെ അവർ 1-ന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് അട്ടിയിടിയ ബഹളം. അത് കണ്ട് നറൂട്ടോ ഇപ്പൊ ഓടി അവിടേക്ക് വന്ന് അവരെ പിടിച്ചു മാറ്റും. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും ഈ ഫൈറ്റിൽ കൂടിക്കോട്ടെ. അത് കേട്ട് ഷിക്കമരുവും ചോച്ചിയും അവർ 2 പേരും പൊട്ടിച്ചിരിക്കും. പിന്നീട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നറൂട്ടോയും ചോച്ചിയും ഷിക്കമരുവും അവർ കടലയൊക്കെ കുറച്ച് ടൗണിലൂടെ ഹായായിട്ട് നടന്നു വരുമ്പോഴായിരിക്കും ഈനോ സാസുകയ്ക്ക് പൂ കൊടുക്കുന്ന കാര്യം അവര് കാണുക. പക്ഷെ സാസുകയാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ട് നടന്നു പോകും. ഈനോ ഒത്തിരി സങ്കടത്തില് കരയാനായിട്ട് തുടങ്ങും. അത് കണ്ട് ചോച്ചിയും ഷിക്കമരുവും നറൂട്ടോയും അവർ ഈനോയെ നോക്കി കളിയാക്കും. അവൾ ഫുൾ കലിപ്പില് അവരെ ഇട്ടിക്കാനായിട്ട് അവരുടെ പിന്നാലെ വരും. ചെക്കന്മാർ ഓടി ഓടി ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഇറൂക്ക സെൻസായുടെ അടുത്തേക്ക് വരും. നറൂട്ടോ സെക്സി ജിപ്സും ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ഇറൂക്ക സെൻസായുടെ മുൻപില് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഇറൂക്ക സെൻസായി ആണെങ്കിൽ അത് കാണേണ്ട താമസം മൂക്കിലൂടെ ബ്ലഡ് ഒക്കെ വന്ന് അങ്ങനെ താഴേക്ക് വീഴും. കട്ട് ചെയ്ത രാത്രി നറൂട്ടോ ആണെങ്കിൽ ഷിക്കമരുവിനും ചോച്ചിക്കും അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.